പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധം പ്രഥമ ദൃഷ്ട്യാ നമ്മുടെ പെരിന്തൽമണ്ണയെ നേരിൽ ബാധിക്കുന്നതായി നമുക്ക് തോന്നില്ല. പലർക്കും അത് എവിടെയോ നടക്കുന്ന ഒരു TV പരിപാടി പോലെ കണ്ടിരിക്കുന്നതല്ലാതെ അത് നേരിട്ട് നമ്മെ ബാധിക്കും, ഇവിടെ ഇരിക്കുന്ന ഈ പെരിന്തൽമണ്ണയിലിരിക്കുന്ന നമ്മളെ ബാധിക്കും എന്ന് പലർക്കും ഇതുവരെ മനസ്സിലായിട്ടില്ല. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങളെക്കുറിച്ചിട്ടാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ട് ഇന്ധനവില, ഇപ്പോൾ ഡീസലിനും പെട്രോളിനും മണ്ണെണ്ണയ്ക്കുമൊക്കെ വളരെയധികം വില വർദ്ധിക്കാൻ പോവുകയാണ്. കാരണം 80% ഈ രാജ്യത്തിൻ്റെ ക്രൂഡ് ഓയിൽ ആവശ്യം ഇറക്കുമതിയിലൂടെയാണ് നേടുന്നത്. ആ രാജ്യങ്ങൾ, നമുക്ക് എണ്ണ തരുന്ന രാജ്യങ്ങൾ അല്ലെങ്കിൽ എണ്ണ വരുന്ന വഴി, ഇത് രണ്ടുമാണ് ഇപ്പോൾ അടച്ചുകെട്ടപ്പെട്ടിരിക്കുന്നത്. റഷ്യയിൽ നിന്ന് താൽക്കാലികമായിട്ട് 1 മാസത്തേക്ക് നമുക്ക് എണ്ണ ക്രൂഡ് ഓയിൽ കൊണ്ടുവരാമെങ്കിലും അതിനേക്കാൾ മുമ്പ് പിന്നീട് ഒരു ബുദ്ധിമുട്ട് വരും എന്നോർത്ത് മൊത്തം ലോകം മുഴുവനും തന്നെ ക്രൂഡ് ഓയിലിന് വില കൂടിക്കൊണ്ടിരിക്കുകയാണ്. എണ്ണവില കൂടുമ്പോൾ ഉള്ള മറ്റൊരു പ്രശ്നം എല്ലാ സാധനങ്ങൾക്കും വില കയറും എന്നുള്ളതാണ്. കാരണം ഏത് സാധനം നമ്മുടെ സ്ഥലത്തേക്ക് എത്തണമെങ്കിലും അതിനെ ഒന്ന് ട്രാൻസ്പോർട്ട് ചെയ്യണം. ചുരുങ്ങിയ ദൂരമെങ്കിലും അതിനെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കൊണ്ടുവരേണ്ടിയിരിക്കുന്നു. അതിന് ഒരു മോട്ടോർ വാഹനം ഉപയോഗിക്കുന്നു. അത് വിമാനമാവാം, തീവണ്ടിയാവാം, ജലവാഹനങ്ങളാവാം, റോഡ് മാർഗമാവാം. എന്തായാലും അതെല്ലാം തന്നെ ചെലവ് കൂടുതലാവുന്നു. അതിൻ്റെ ചെലവ് ഇതിൻ്റെ ഈ വസ്തുവിൻ്റെ വിലയിലേക്ക് ലോഡ് ചെയ്യുന്നത് കൊണ്ട് എല്ലാ വസ്തുക്കൾക്കും വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അത് ലോകത്തുള്ള മറ്റുള്ളവരെ പോലെ തന്നെ നമ്മൾ പെരിന്തൽമണ്ണക്കാർക്കും ഇത് വല്ലാതെ ബാധിക്കാൻ പോകുന്ന ഒരു അപകടമാണ്. മൂന്നാമതൊന്ന്, അമേരിക്കൻ ഡോളർ ശക്തി പ്രാപിക്കുമ്പോൾ നമ്മുടെ രൂപയുടെ മൂല്യം കുറയും. അങ്ങനെ രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഇറക്കുമതി ചെയ്യാൻ കൂടുതൽ രൂപ ആവശ്യം വരും. അതുകൊണ്ട് ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കൾക്കെല്ലാം തന്നെ വിലക്കയറ്റം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. രൂപയുടെ മൂല്യം കുറയുമ്പോൾ ഗൾഫിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് ഒരു റിയാലിന് അല്ലെങ്കിൽ ഒരു ദിറാമിന്, ഒരു ദിനാറിന് കൂടുതൽ ഇന്ത്യൻ രൂപ കിട്ടുമായിരിക്കും. പക്ഷേ ഗൾഫ് രാജ്യങ്ങളിലെ അന്തരീക്ഷം അവിടെ തുടരുവാനോ അവിടെ ശാന്തമായി ഇരുന്ന് ജോലി ചെയ്യുവാനോ പറ്റാത്ത ഒരു അന്തരീക്ഷം ഉണ്ടാവുകയാണെങ്കിൽ, അവിടുത്തെ സമ്പദ് വ്യവസ്ഥയ്ക്ക് ആഘാതങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും തൊഴിൽ നഷ്ടത്തിനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ ഈ ദിനാറോ റിയാലോ ദിറാമോ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമല്ലേ അതിനെ രൂപയായിട്ട് മാറ്റാൻ പറ്റുള്ളൂ. അതിൻ്റെ ഉറവിടം തന്നെ ചിലപ്പോൾ തടസ്സപ്പെട്ടേക്കാം. അത്തരത്തിലൊരു വലിയ അപകടം നമ്മൾ പെരിന്തൽമണ്ണക്കാരുടെ മുമ്പിൽ ഇപ്പോൾ നിലവിൽ വരുന്നുകൊണ്ടിരിക്കുകയാണ്. മറ്റൊന്ന്, സ്വർണ്ണവില ഉയരുന്നു. കഴിഞ്ഞ 3-4 ദിവസമായിട്ട് സ്വർണ്ണവില താഴുന്നുണ്ട്. പക്ഷേ ദീർഘകാലാടിസ്ഥാനത്തിൽ സ്വർണ്ണവില ഉയരാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ വൈവാഹിക ആവശ്യങ്ങൾക്ക് ഏറ്റവും അധികം മലയാളി ആശ്രയിക്കുന്ന, അല്ലെങ്കിൽ മലയാളിക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സ്വർണത്തിന് ഇപ്പോൾ തന്നെ നമുക്ക് പിടിച്ചാൽ കിട്ടാത്തിടത്തോളം നമ്മളെ കൊണ്ട് കഴിയാവുന്നതിനപ്പുറം വില എത്തിക്കഴിഞ്ഞു. അത് ഇനിയും ചിലപ്പോൾ വില കൂടാൻ സാധ്യതയുണ്ട്. കാരണം എല്ലാ യുദ്ധങ്ങളും ആത്യന്തികമായിട്ട് സ്വർണ്ണവില കൂട്ടാനാണ് കാരണമാവുക. കാരണം ഏറ്റവും സുരക്ഷിതമായ നിക്ഷേപം എന്നുള്ള നിലയ്ക്ക് സ്വർണത്തിലേക്ക് നിക്ഷേപം കൂടുകയും അതിൻ്റെ ഡിമാൻഡ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഈ പ്രദേശത്തെ വള്ളുവനാട് പ്രദേശത്തുള്ളവരെല്ലാവരും തന്നെ ഏറ്റവും കൂടുതൽ, എനിക്ക് തോന്നുന്നു 90% പേരും വിമാനയാത്ര പല കാരണങ്ങളാൽ നടത്തുന്നവരാണ്. ആ വിമാനയാത്ര കൂലി ഇപ്പോൾ തന്നെ കഴിഞ്ഞ 3 ദിവസം കൊണ്ട് വിമാനയാത്ര കൂലി ഇരട്ടിയിലധികം വർദ്ധിച്ചിട്ടുണ്ട്. യുദ്ധം നിലനിൽക്കുകയാണെങ്കിൽ വിമാനയാത്ര കൂലി വർദ്ധിക്കും. കാരണം പല രാജ്യങ്ങളുടെയും എയർ സ്പേസ്, അന്തരീക്ഷം, ആകാശം വിമാനങ്ങൾക്ക്, ഇന്ത്യൻ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ മൊത്തം വിമാന സഞ്ചാരത്തിന് തന്നെ അനുയോജ്യമല്ലാതെ വന്നുകൊണ്ട് വളരെ വളഞ്ഞ വഴിയിലൂടെയാണ് ഇപ്പോൾ വിമാനങ്ങൾ സഞ്ചരിക്കുന്നത്. അതിന് കൂടുതൽ ഇന്ധനച്ചെലവ് വരും എന്നുള്ളത് കൊണ്ടും സമയം കൂടുതൽ വേണമെന്നുള്ളത് കൊണ്ടും വിമാനയാത്രയുടെ ചെലവ് വളരെയധികം കൂടും. അങ്ങനെ ഈ രീതിയിൽ എവിടെയോ നടക്കുന്നൊരു യുദ്ധം, നമ്മൾ TV യിൽ കാണുന്ന ആ യുദ്ധം നമ്മുടെ
മുറിക്കകത്തേക്ക്, നമ്മുടെ അടുക്കളയിലേക്ക് എല്ലാം കടന്നു വരികയാണ് അതിൻ്റെ ആഘാതങ്ങൾ. പട്ടാമ്പിക്ക് 10 മാറ്റ് സമ്മാനിച്ചുകൊണ്ട് ലൈറ്റ് വെയ്റ്റ് സ്വർണ്ണാഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും മാത്രമായി ജില്ലയിലെ ആദ്യത്തെ എക്സ്ക്ലൂസീവ് ഷോറൂം ഓസ്ട്ര ഗോൾഡൻ ഡയമണ്ട്സ്, പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.